ഹായ് ഓൾ, റെനീസ് PSC സോണിലേക്ക് സ്വാഗതം. LDC തിരുവനന്തപുരം എക്സാമിൻ്റെ കറണ്ട് അഫെയർസും അതിൽ ചോദിച്ച ചോദ്യങ്ങളും അതിൻ്റെ ആൻസറും അതിൻ്റെ റിലേറ്റഡ് പോയിൻറ്റ്സാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയാം. ഇപ്പോൾ പല യൂട്യൂബ് വീഡിയോ കണ്ടത് വെച്ചാണ് ഞാൻ പറയുന്നത്. ആരും ഇപ്പോൾ കട്ട് ഓഫിനെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കാൻ നിൽക്കരുത്. കട്ട് ഓഫ് എങ്ങനെയെന്ന് PSCയുടെ തീരുമാനം മാത്രമാണ്. പിന്നെ നമ്മുടെ മൻസൂർ അലി സാറ് പറഞ്ഞതുപോലെ കട്ട് ഓഫ് വളരെ കുറഞ്ഞിരുന്നാൽ നമുക്ക് എല്ലാവരും രക്ഷപ്പെടും, എല്ലാവർക്കും സന്തോഷമാവും. 50-നും 60-നും ഇടയ്ക്കല്ലേ സാറ് പറഞ്ഞത്. പക്ഷേ അറിയില്ല, PSC ആണ് തീരുമാനിക്കുന്നത്. അത് ആലോചിച്ചുകൊണ്ടിരിക്കാതെ അടുത്ത എക്സാമിന് വേണ്ടി നമ്മൾ പഠിക്കുക, മാക്സിമം ട്രൈ ചെയ്യുക. നമുക്ക് കിട്ടാനുള്ളതാണെങ്കിൽ കിട്ടുക തന്നെ ചെയ്യും. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ: ഇപ്പോഴത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ഇപ്പോഴത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ഇവിടെ 2 ഉത്തരം ആണ് കുട്ടികൾ എഴുതിയിരിക്കുന്നത്. എല്ലാവർക്കും സംശയമുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഇത്. PSC എന്ത് ചെയ്യുമെന്ന്. പിന്നെ നിലവിലെ, അതായത് ഇപ്പോഴത്തെ എന്ന് ഇരുന്നിരുന്നെങ്കിൽ ആൻസർ ആശിഷ് ജിതേന്ദ്ര ദേശായി തന്നെ വരുമായിരുന്നു. അവിടെ ഒരു സംശയവും ഇല്ലായിരുന്നു. പക്ഷേ ഇവിടെ ഇപ്പോഴത്തെ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസും കൂടിയാണ്. ആരാ? മുഹമ്മദ് മുസ്താഖ്. ഇവിടെ എന്ത് വരുമെന്ന് PSC തന്നെ തീരുമാനിക്കണം കേട്ടോ. കാരണം ജൂലൈ 5 മുതലാണ് മുഹമ്മദ് മുസ്താഖ് അധികാരമേറ്റത് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസായിട്ട്. കൂടുതലും വരാൻ സാധ്യത മുഹമ്മദ് മുസ്താഖ് ആയിരിക്കാമെന്നാണ് പലരും പറയുന്നത്. അറിയില്ല, നമുക്ക് ഫൈനൽ ആൻസർ കീ വരട്ടെ, അപ്പോൾ നമുക്കറിയാം ഏത് ആൻസർ വരുന്നതെന്ന്. അത് ഇനിയിപ്പോൾ ആലോചിക്കേണ്ട. അടുത്ത LDC എഴുതാൻ പോകുന്നവർ രണ്ടും പഠിച്ചു വയ്ക്കുക. ക്വസ്റ്റ്യൻ ചോദിക്കുന്ന അനുസരിച്ച് ആൻസർ ചെയ്യാൻ നോക്കുക. നമുക്ക് പഠിക്കാം. ഇവിടെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എന്ന് ചോദിച്ചാൽ ഞാൻ ആൻസർ രണ്ടും പറയുകയാണ്. ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായി. എന്നാൽ ഇപ്പോൾ നിലവിലെ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആരെന്ന് ചോദിച്ചാൽ ജസ്റ്റിസ് മുഹമ്മദ് മുസ്താഖ്. നമുക്ക് കേരള ഹൈക്കോടതിയുടെ മാക്സിമം പോയിൻറ്റ്സ് പഠിക്കാം. കാരണം പ്രസ്താവന ചോദ്യങ്ങൾ പല രീതിയിൽ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ പോയിൻറ്റ്സും നമുക്ക് നോക്കാം. അതിൽ ഇമ്പോർട്ടൻറ്റ് മാത്രം ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ഞാൻ ഇച്ചിരി എല്ലാ പോയിൻറ്റ്സും ഉൾപ്പെടുത്തിയാണ് ചെയ്യുന്നത്. നമുക്കതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാത്രം ഓർത്ത് വയ്ക്കാൻ ശ്രമിക്കാം. പിന്നെ എപ്പോഴത്തെയും പോലെ നോട്ട്സ് അല്ല, ഇത് തൊഴിൽ വാർത്തയിൽ വന്നതിൽ നിന്നാണ് ക്ലാസ് എടുക്കുന്നത്. നമുക്ക് തുടങ്ങാം. കേരള ഹൈക്കോടതി നിലയിൽ വന്ന എന്നാണ്? 1956 നവംബർ 1. അതെല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യമാണ്. എവിടെയാണ് ആസ്ഥാനം? എറണാകുളത്ത്. കേരളത്തിലെ 14 ജില്ലകൾക്ക് പുറമെ കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപും കേരള ഹൈക്കോടതിയുടെ അധികാര പരിധിയിലാണ്. അപ്പോൾ കേരള ഹൈക്കോടതിയുടെ അധികാര പരിധിയിലായ മറ്റൊരു കേന്ദ്രഭരണ പ്രദേശം ഏതാ? ലക്ഷദ്വീപ്. ജസ്റ്റിസ് A. മുഹമ്മദ് മുസ്താഖാണ് നിലവിലെ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ്. ആരാണ് നിലവിലെ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ്? ജസ്റ്റിസ് A. മുഹമ്മദ് മുസ്താഖ്. KT കോശിയായിരുന്നു കേരള ഹൈക്കോടതിയിലെ ആദ്യ ചീഫ് ജസ്റ്റിസ്. കേരള ഹൈക്കോടതിയിലെ ആദ്യ ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു? KT കോശി. കേരള ഹൈക്കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജി ആരായിരുന്നു? അന്ന ചാണ്ടി. അതൊന്ന് പഠിച്ചു വെച്ചോ. കേരള ഹൈക്കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജി അന്ന ചാണ്ടി. ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് എന്താ നോക്കാവേ. ഒരു ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസിൻ്റെ ഓഫീസ് ഒഴിഞ്ഞു കിടക്കുക, താൽക്കാലികമായി അവധിയിൽ ആയിരിക്കുകയോ ഹാജരാകാതിരിക്കുകയോ ചെയ്യുക, ചീഫ് ജസ്റ്റിസിന് തൻ്റെ ചുമതലകൾ ശരിയായി നിറവേറ്റാൻ കഴിയാതെ വരിക തുടങ്ങിയ സാഹചര്യങ്ങളിൽ രാഷ്ട്രപതിക്ക് ഹൈക്കോടതിയിലെ ഒരു ജഡ്ജിയെ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസായി നിയമിക്കാവുന്നതാണ്. മനസ്സിലായോ? എങ്ങനെയാണ് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് നിയമിതനാവുന്നതെന്ന് മനസ്സിലായല്ലോ. ഹൈക്കോടതിയിൽ നിലവിലെ മുഹമ്മദ് മുസ്താഖ് ഹൈക്കോടതിയിലെ ജഡ്ജി തന്നെയായിരുന്നു കേട്ടോ. ആ ജഡ്ജിയാണ് ഇപ്പോൾ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസായിട്ട് നിയമിച്ചിരിക്കുന്നത്. അടുത്ത് അത് മുഹമ്മദ് മുസ്താഖ് തന്നെ ചിലപ്പോൾ ചീഫ് ജസ്റ്റിസ് ആകാൻ സാധ്യതയുണ്ടാകും. നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. നമ്മൾ ഇതുവരെ നോക്കിയത് കേരള ഹൈക്കോടതിയുടെ ഡീറ്റെയിൽസ് ആണ്. നമുക്ക് ഇനി ഫുൾ പോയിൻറ്റ്സ്, അതായത് മറ്റ് ഹൈക്കോടതികൾ, അതെല്ലാം നമുക്ക് നോക്കാം. ആദ്യ ഹൈക്കോടതി എന്നാ സ്ഥാപിതമായത്? 1862. എവിടെയൊക്കെ? കൽക്കട്ട, ബോംബെ, മദ്രാസ്. KBM, കൽക്കട്ട, ബോംബെ, മദ്രാസ് എന്നിവിടങ്ങളിലാണ് ആദ്യ ഹൈക്കോടതികൾ സ്ഥാപിതമായത്. 4ാമത്തെ ഹൈക്കോടതി എവിടെയാണ്? 1866 അലഹബാദിൽ. അപ്പോൾ ആദ്യ സ്ഥാപിതമായ ഹൈക്കോടതി കൽക്കട്ട, ബോംബെ, മദ്രാസ് 1862. 4ാമത്തെ ഹൈക്കോടതി എവിടെയാണ്? അലഹബാദ്. എന്ന 1866. കാലക്രമേണ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഓരോ പ്രവിശ്യയ്ക്കും ഓരോ ഹൈക്കോടതി ഉണ്ടാവുകയും 1950 ശേഷം പ്രവിശ്യയിലെ ഹൈക്കോടതികൾ അനുബന്ധ സംസ്ഥാനത്തിൻ്റെ ഹൈക്കോടതിയായി മാറുകയും ചെയ്തു.
1956 7ാം ഭരണഘടനാ ഭേദഗതി നിയമം രണ്ടോ അതിലധികമോ സംസ്ഥാനങ്ങൾക്ക് മാത്രമായോ രണ്ടോ അതിലധികമോ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും വേണ്ടിയോ ഒരു പൊതു ഹൈക്കോടതി സ്ഥാപിക്കാവുന്നതാണെന്ന് വ്യവസ്ഥ ചെയ്തു. ഈ പോയിന്റ് എന്താ ഓർക്കേണ്ട? 1956 7ാം ഭരണഘടനാ ഭേദഗതി നിയമം രണ്ടോ അതിലധികമോ സംസ്ഥാനങ്ങൾക്ക് ഒരു ഹൈക്കോടതി, അല്ലെങ്കിൽ രണ്ടോ അതിലധികമോ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും വേണ്ടി ഒരു ഹൈക്കോടതി. നമ്മുടെ കേരള ഹൈക്കോടതി കേരളത്തിനും പിന്നെ എന്താ കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിനും അല്ലേ? ആ പോയിന്റാണ് ഇവിടെ പറയുന്നത്. അത് ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്? 1956 7ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം. നിലവിൽ ഇന്ത്യയിൽ എത്ര ഹൈക്കോടതികളുണ്ട്? 25 ഹൈക്കോടതികളുണ്ട്. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങൾ അധികാര പരിധിയായി വരുന്ന ഹൈക്കോടതിയാണ് ഗുവാഹത്തി ഹൈക്കോടതി. ഗുവാഹത്തി ഹൈക്കോടതി എന്താണ്? ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങൾ അധികാര പരിധിയായി വരുന്ന ഹൈക്കോടതിയാണ് ഗുവാഹത്തി ഹൈക്കോടതി. അടുത്തത് നമുക്ക് ഹൈക്കോടതിയുടെ അധികാര പരിധി നോക്കാവേ. പ്രസ്താവന ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഇതിന് ഏതെങ്കിലും ഒരു പോയിന്റ്സ് വന്നാൽ നമുക്ക് മാർക്ക് കിട്ടണ്ടേ? അതുകൊണ്ട് നമുക്കിത് നോക്കി വയ്ക്കാം. സംസ്ഥാനത്തിനകത്തുള്ള എല്ലാ കീഴ്ക്കോടതികൾക്ക് മേലും നിയന്ത്രണം മേൽനോട്ട അധികാരം, അതായത് കേരള ഹൈക്കോടതിക്ക് സംസ്ഥാനത്തിനകത്തുള്ള എല്ലാ കീഴ്ക്കോടതികൾക്ക് മേലും നിയന്ത്രണവും മേൽനോട്ട അധികാരവും ഉണ്ട്. കീഴ്ക്കോടതികളിൽ നിന്നുള്ള അപ്പീലുകളിൽ വാദം കേൾക്കാനുള്ള അധികാരം, മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും പുനഃസ്ഥാപിക്കുന്നതിനും റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിനുമുള്ള അധികാരം. എന്താണ് പറഞ്ഞത്? മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും പുനഃസ്ഥാപിക്കുന്നതിനും റിട്ടുകൾ പുറപ്പെടുവിക്കാനുമുള്ള അധികാരം അതാർക്കുണ്ട്? കേരള ഹൈക്കോടതിക്കുണ്ട്. സംസ്ഥാനത്തിൻ്റെ അധികാര പരിധിയിലുള്ള എല്ലാ കേസുകളും കൈകാര്യം ചെയ്യാനുള്ള അധികാരം. ഭരണഘടനയെ വ്യാഖ്യാനിക്കുന്ന തരത്തിലെ കേസുകളെ കീഴ്ക്കോടതികളിൽ നിന്ന് ഹൈക്കോടതിയിലേക്ക് മാറ്റാനുള്ള അധികാരം. ഹൈക്കോടതിയിലെ ഉദ്യോഗസ്ഥരെയും ജോലിക്കാരെയും നിയമിക്കാനുള്ള അധികാരം. പട്ടാളക്കാരുടെ ട്രിബ്യൂണലിൽ ഒഴികെ സ്വന്തം അധികാര പരിധിയിൽ വരുന്ന തിരഞ്ഞെടുപ്പ് ട്രിബ്യൂണൽ ഉൾപ്പെടെ എല്ലാ ട്രിബ്യൂണലുകളുടെയും മേൽനോട്ട അധികാരം. സുപ്രീം കോടതിക്ക് പുറമെ ഓരോ ഹൈക്കോടതിക്കും ഭരണഘടനയെ വ്യാഖ്യാനിക്കാനുള്ള അധികാരമുണ്ട്. എന്താണ്? സുപ്രീം കോടതിക്ക് പുറമെ ഓരോ ഹൈക്കോടതിക്കും ഭരണഘടനയെ വ്യാഖ്യാനിക്കാനുള്ള അധികാരമുണ്ട്. അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് അല്ലേ? നമ്മൾ പെട്ടെന്ന് സുപ്രീം കോടതിക്ക് മാത്രം ഉണ്ടെന്നല്ലേ ചിന്തിക്കാറുള്ളൂ. അപ്പോൾ എന്താണ്? സുപ്രീം കോടതിക്ക് പുറമെ ഓരോ ഹൈക്കോടതിക്കും ഭരണഘടനയെ വ്യാഖ്യാനിക്കാനുള്ള അധികാരമുണ്ട്. ഓരോ ഹൈക്കോടതിയും കോർട്ട് ഓഫ് റെക്കോർഡാണ്. കോർട്ടലക്ഷ്യത്തിന് ശിക്ഷിക്കാനുള്ള അധികാരമുണ്ട്. സുപ്രീം കോടതിക്കോ സംസ്ഥാന നിയമസഭയ്ക്കോ കോർട്ടലക്ഷ്യത്തിന് ശിക്ഷിക്കാനുള്ള ഹൈക്കോടതിയുടെ അധികാരത്തെ ചോദ്യം ചെയ്യാൻ കഴിയില്ല. എന്താണ് പറഞ്ഞത്? സുപ്രീം കോടതിക്കോ സംസ്ഥാന നിയമസഭയ്ക്കോ കോർട്ടലക്ഷ്യത്തിന് ശിക്ഷിക്കാനുള്ള ഹൈക്കോടതിയുടെ അധികാരത്തെ ചോദ്യം ചെയ്യാൻ കഴിയില്ല. അതൊക്കെ ഓർമ്മിച്ച് വെക്കണേ. സുപ്രീം കോടതിക്ക് ഹൈക്കോടതിയുടെ മേൽ ഭരണഘടനാപരമായ ഒരു നിയന്ത്രണവുമില്ല. അതൊരു പോയിന്റ് അല്ലേ? സുപ്രീം കോടതിക്ക് ഹൈക്കോടതിയുടെ മേൽ ഭരണഘടനാപരമായ ഒരു നിയന്ത്രണവുമില്ല. ഹൈക്കോടതികളുടെ ഘടനയെയും രൂപവൽക്കരണത്തെയും മാറ്റിമറിക്കാനോ അവയുടെ മേൽ നിയന്ത്രണം ഏർപ്പെടുത്താനോ സംസ്ഥാന സർക്കാരിനും നിയമസഭയ്ക്കും ഒരധികാരവുമില്ല. ഹൈക്കോടതികളുടെ ഘടനയെയും രൂപവൽക്കരണത്തെയും മാറ്റിമറിക്കാനോ അവയുടെ മേൽ നിയന്ത്രണം ഏർപ്പെടുത്താനോ സംസ്ഥാന സർക്കാരിനും നിയമസഭയ്ക്കും ഒരധികാരവുമില്ല. അപ്പോൾ എന്ത് മനസ്സിലായി? ഇതിൽ ഒന്നിലധികം പോയിന്റ്സ് നമ്മൾ ഓർത്ത് വയ്ക്കേണ്ട കാര്യങ്ങളുണ്ട്. മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും പുനഃസ്ഥാപിക്കുന്നതിനും റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം ആർക്കുണ്ട്? കേരള ഹൈക്കോടതിക്കുണ്ട്. പിന്നെ എന്താ? സുപ്രീം കോടതിക്ക് പുറമെ ഓരോ ഹൈക്കോടതിക്കും ഭരണഘടനയെ വ്യാഖ്യാനിക്കാനുള്ള അധികാരമുണ്ട്. അത് ഓർക്കണം. പിന്നെ എന്താണ്? കോർട്ടലക്ഷ്യത്തിന് ശിക്ഷിക്കാനുള്ള അധികാരമുണ്ട്. സുപ്രീം കോടതിക്കോ സംസ്ഥാന നിയമസഭയ്ക്കോ എന്താണ്? കോർട്ടലക്ഷ്യത്തിന് ശിക്ഷിക്കാനുള്ള ഹൈക്കോടതിയുടെ അധികാരത്തെ ചോദ്യം ചെയ്യാൻ കഴിയില്ല. ആ പോയിന്റ് ഓർത്ത് വെച്ചോ. സുപ്രീം കോടതിക്ക് ഹൈക്കോടതിയുടെ മേൽ ഭരണഘടനാപരമായ ഒരു നിയന്ത്രണവുമില്ല. ഹൈക്കോടതികളുടെ ഘടനയും രൂപവൽക്കരണത്തെയും മാറ്റിമറിക്കാനോ അവയുടെ മേൽ നിയന്ത്രണം ഏർപ്പെടുത്താനോ സംസ്ഥാന സർക്കാരിനും നിയമസഭയ്ക്കും ഒരധികാരവും ഇല്ല. നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. ഇതിൽ പല പോയിന്റ്സും ഒന്ന് വായിച്ച് 2-3 പ്രാവശ്യം വായിച്ച് ഓർമ്മിച്ച് വയ്ക്കണേ. പ്രസ്താവന ചോദ്യം വരികയാണെങ്കിൽ നമുക്ക് 1 മാർക്ക് കിട്ടണം. അടുത്തത് അംഗസംഖ്യ. ഹൈക്കോടതികളിലെ ജഡ്ജിമാരുടെ എണ്ണത്തെ സംബന്ധിച്ച് ഭരണഘടനയിൽ പ്രത്യേക വ്യവസ്ഥയില്ല. എന്താണ്? ഹൈക്കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണത്തെ സംബന്ധിച്ച് ഭരണഘടനയിൽ പ്രത്യേക വ്യവസ്ഥയില്ല. അതത് സമയത്ത് ഓരോ ഹൈക്കോടതിയിലെയും ജഡ്ജിമാരുടെ എണ്ണം രാഷ്ട്രപതി നിശ്ചയിക്കുന്നു. അപ്പോൾ ഹൈക്കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം ആരാ നിശ്ചയിക്കുന്നത്? രാഷ്ട്രപതി. ഇന്ത്യയിലെ ഓരോ ഹൈക്കോടതിയിലെയും ജഡ്ജിമാരുടെ എണ്ണത്തിന് വ്യത്യാസമുണ്ട്. അടുത്തത് നിയമനം. ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസിനെയും ജഡ്ജിമാരെയും ആരാ നിയന്ത്രിക്കുന്നത്? രാഷ്ട്രപതി. പ്രസ്താവന ചോദ്യങ്ങൾക്ക് പറ്റിയ കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ശ്രദ്ധിക്കുക.
ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസിനെയും ജഡ്ജിമാരെ ആരാ നിയമിക്കുന്നത്? രാഷ്ട്രപതി. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നതിന് മുൻപ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമായും അതാത് സംസ്ഥാനത്തെ ഗവർണറുമായും രാഷ്ട്രപതി കൂടി ആലോചിക്കുന്നു. എന്താണ്? ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നതിന് മുൻപ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമായും അതാത് സംസ്ഥാനത്തെ ഗവർണറുമായും രാഷ്ട്രപതി കൂടി ആലോചിക്കുന്നു. മറ്റ് ജഡ്ജിമാരുടെ നിയമനത്തിന് ബന്ധപ്പെട്ട ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമായും രാഷ്ട്രപതി കൂടിയാലോചിക്കുന്നു. രണ്ടോ അതിലധികമോ സംസ്ഥാനങ്ങൾക്ക് ഒരു പൊതു ഹൈക്കോടതിയാണുള്ളതെങ്കിൽ ആ ഹൈക്കോടതിയിലെ ജഡ്ജിമാരുടെ നിയമനത്തിന് ആ കോടതിയുടെ അധികാര പരിധിയിൽ വരുന്ന എല്ലാ സംസ്ഥാനങ്ങളുടെയും ഗവർണർമാരുമായി രാഷ്ട്രപതി കൂടി ആലോചിക്കുന്നു. ഹൈക്കോടതി ജഡ്ജിമാർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് സംസ്ഥാന ഗവർണറാണ്. ഈ ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ്, ഇതും പഠിച്ചു വയ്ക്കുക. ബാക്കി കാര്യങ്ങൾ മനസ്സിലായല്ലോ. നിയമിക്കണമെങ്കിൽ ഒറ്റയ്ക്ക് രാഷ്ട്രപതിക്ക് ഇങ്ങനെ തീരുമാനിച്ച് നിയമിക്കാൻ പറ്റുമോ? ഇല്ല. അവിടുത്തെ നമ്മുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമായും അതാത് സംസ്ഥാനത്തെ ഗവർണറുമായും കൂടി ആലോചിച്ചതിന് ശേഷമാണ് രാഷ്ട്രപതി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത്. അതാണ് ഈ പാരഗ്രാഫിൽ പറയുന്നത്. നമുക്ക് അടുത്ത പോയിന്റ്സ് നോക്കാവേ. യോഗ്യതകൾ എന്തൊക്കെയാണ്? യോഗ്യതകൾ: ഇന്ത്യൻ പൗരനായിരിക്കണം, ഇന്ത്യയിലെ ഏതെങ്കിലും ഹൈക്കോടതിയിൽ വക്കീലായോ ഇന്ത്യക്കകത്ത് ജുഡീഷ്യൽ ഓഫീസറായോ 10 വർഷത്തെ സേവന പരിചയം വേണം. ഇന്നലെ LDC തിരുവനന്തപുരം ക്വസ്റ്റ്യനിൽ നടന്ന ചോദ്യത്തിൽ വന്ന ഒരു പ്രത്യേകത എന്താണ്? അതിൽ പലതും നമുക്ക് കൺഫ്യൂസ്ഡ് ആവുന്നത് മാത്രമല്ല, ഓപ്ഷൻസ് തന്നിട്ട് 1 മുതൽ 4 വരെ അങ്ങനെയൊക്കെ പറഞ്ഞ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ തന്നെ ഈ എത്ര വർഷത്തെ സേവന പരിചയം ഉണ്ടായിരിക്കണം എന്ന ഒരു ക്വസ്റ്റ്യനിലുണ്ട്. ഏതാ ക്വസ്റ്റ്യൻ? സോറി LDC തിരുവനന്തപുരത്തല്ല, അത് വേറെ ഏതോ ഒരു എക്സാമിൻ്റെ ക്വസ്റ്റ്യനാണ് പെട്ടെന്ന് ഓർമ്മ വന്നത്. LDCയിൽ ചോദിച്ചത് എങ്ങനെയാണ് ഞാൻ പറയുന്ന പോലെ ഓപ്ഷനിൽ ഒന്നിച്ച് തന്നിട്ട് 1 മുതൽ 4 വരെ ശരി അങ്ങനെ തന്നിരുന്നു. പിന്നെ ഒരെണ്ണം തന്നിരുന്നത് മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചൊരു ചോദ്യം. മനുഷ്യാവകാശങ്ങളെ സംബന്ധിച്ചുള്ള വിഷയങ്ങളിൽ അറിവും പ്രായോഗിക പരിചയമുള്ള 2 പേർ അംഗങ്ങളായി വരുന്നു എന്ന് കണ്ടില്ലേ? അവിടെ 2 പേരല്ല 3 പേരാണ്. അങ്ങനെയൊക്കെ ചോദിച്ച് കാണുന്നുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. ഞാൻ അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. നമുക്ക് പഠിക്കാം. എവിടം വരെ വായിച്ചേ? ഇന്ത്യയിലെ ഏതെങ്കിലും ഹൈക്കോടതിയിൽ വക്കീലായോ ഇന്ത്യക്കകത്ത് ജുഡീഷ്യൽ ഓഫീസറായോ 10 വർഷത്തെ സേവന പരിചയം വേണം. ഒരു ഹൈക്കോടതി ജഡ്ജിയാവാനുള്ള കുറഞ്ഞ പ്രായം ഭരണഘടന വ്യവസ്ഥ ചെയ്യുന്നില്ല. ഈ പോയിന്റ് നോക്കണേ. ഒരു ഹൈക്കോടതി ജഡ്ജി ആവാനുള്ള കുറഞ്ഞ പ്രായം ഭരണഘടന വ്യവസ്ഥ ചെയ്യുന്നില്ല. പിന്നെ എന്ത് പറഞ്ഞു? യോഗ്യത: ഇന്ത്യയിലെ ഏതെങ്കിലും ഹൈക്കോടതിയിൽ വക്കീലായോ ഇന്ത്യക്കകത്ത് ജുഡീഷ്യൽ ഓഫീസറായുള്ള 10 വർഷത്തെ സേവന പരിചയം വേണം. കാലാവധി: ഹൈക്കോടതി ജഡ്ജിക്ക് 62 വയസ്സ് പൂർത്തിയാകുന്നതുവരെ ആ സ്ഥാനത്ത് തുടരാം. എത്ര വയസ്സ്? 62 വയസ്സ്. ഹൈക്കോടതി ജഡ്ജി രാജിക്കത്ത് നൽകേണ്ടത് രാഷ്ട്രപതിക്കാണ്. പക്ഷെ നിയമിക്കുന്നത് ആരാണ്? നമ്മൾ നേരത്തെ പഠിച്ചു, സംസ്ഥാന ഗവർണർ. നിയമിക്കുന്നതല്ലടാ. ഹൈക്കോടതി ജഡ്ജിമാർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ്? സംസ്ഥാന ഗവർണറാണ്. നിയമിക്കുന്നത് രാഷ്ട്രപതി തന്നെയാണ്. സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് സംസ്ഥാന ഗവർണറാണ്. അത് പറഞ്ഞപ്പോൾ തിരിഞ്ഞു പോയാണ്, സോറിയേ. അപ്പോൾ നിയമിക്കുന്നതും രാഷ്ട്രപതി. ഹൈക്കോടതി ജഡ്ജി രാജിക്കത്ത് നൽകുന്നതും ആരുടെ കയ്യിലാണ്? രാഷ്ട്രപതിക്കാണ്. പാർലമെന്റിന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി ജഡ്ജിയെ തൽസ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യാനുള്ള അധികാരം രാഷ്ട്രപതിയിൽ നിക്ഷിപ്തം. പാർലമെന്റിന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി ജഡ്ജിയെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാനുള്ള അധികാരം രാഷ്ട്രപതിയിൽ നിക്ഷിപ്തം. സുപ്രീം കോടതി ജഡ്ജിയെ നിയമനം ലഭിക്കുമ്പോഴോ മറ്റൊരു ഹൈക്കോടതിയിലേക്ക് സ്ഥലമാറ്റം ലഭിക്കുമ്പോഴോ ഒരു ഹൈക്കോടതി ജഡ്ജി തൻ്റെ നിലവിലെ ഓഫീസ് ഒഴിയുന്നു. അത് സ്വാഭാവികമല്ലേ. ശമ്പളവും അലവൻസുകളെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് 2.5 ലക്ഷം രൂപയും മറ്റ് ജഡ്ജിമാർക്ക് 2.25 ലക്ഷം രൂപയുമാണ് പ്രതിമാസ വേതനം. 2.25. പിന്നെന്താ? കൂടാതെ മറ്റ് ചില അലവൻസുകളും വിരമിച്ച ശേഷം പെൻഷനും വ്യവസ്ഥയുണ്ട്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് 2.5 ലക്ഷം രൂപയും മറ്റ് ജഡ്ജിമാർക്ക് 2.25 ലക്ഷം രൂപ 2.25 ലക്ഷം രൂപയുമാണ് പ്രതിമാസ വേതനം. ഒരു ഹൈക്കോടതി ജഡ്ജിയുടെ നിയമനത്തിന് ശേഷം ശമ്പളവും അലവൻസുകളും അദ്ദേഹത്തിന് നഷ്ടം വരത്തക്ക രീതിയിൽ ഭേദഗതി ചെയ്യാൻ പാടുള്ളതല്ല. ഒരു ഹൈക്കോടതി ജഡ്ജിയുടെ നിയമനത്തിന് ശേഷവും ശമ്പളവും അലവൻസുകളും അദ്ദേഹത്തിന് നഷ്ടം വരത്തക്ക രീതിയിൽ ഭേദഗതി ചെയ്യാൻ പാടുള്ളതല്ല എന്ന് ഭരണഘടനയിൽ വ്യവസ്ഥ ചെയ്തിരുന്നു. ഈ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. സാമ്പത്തിക അടിയന്തരാവസ്ഥ സമയത്ത് ഒഴികെ ഹൈക്കോടതി ജഡ്ജിയെ നിയമിച്ചതിന് ശേഷം ആ പറഞ്ഞ സാലറി ഉണ്ടല്ലോ അതിൽ നഷ്ടം വരത്തക്ക രീതിയിൽ ഭേദഗതി ചെയ്യാൻ പാടില്ല എന്ന് ഭരണഘടനയിൽ വ്യവസ്ഥയുണ്ട്. ഹൈക്കോടതി ജഡ്ജിമാരുടെ ശമ്പളവും പെൻഷനും തീരുമാനിക്കുന്നത് പാർലമെൻറ്റാണ്. ആരാണ് ഹൈക്കോടതി ജഡ്ജിമാരുടെ ശമ്പളവും പെൻഷനും തീരുമാനിക്കുന്നത്? പാർലമെൻറ്റ്. ഹൈക്കോടതിയുടെ ഭരണപരമായ എല്ലാ ചെലവുകളും സംസ്ഥാനത്തെ സഞ്ചിത നിധിയിൽ നിന്ന്, അതായത് കൺസോളിഡേറ്റഡ് ഫണ്ട്, ഹൈക്കോടതിയുടെ ഭരണപരമായ എല്ലാ ചെലവുകളും സംസ്ഥാനത്തെ സഞ്ചിത നിധിയിൽ നിന്ന് വകയിരുത്താനാണ് ഭരണഘടന അനുശാസിക്കുന്നത്.
ഇനി കേരള ഹൈക്കോടതിയുമായി റിലേറ്റഡ് ആയ ഭരണഘടനാ അനുച്ഛേദങ്ങൾ നോക്കാവേ. ആർട്ടിക്കിൾ 215 ഹൈക്കോടതികൾ എല്ലാം കോർട്ട് ഓഫ് റെക്കോർഡ് ആയിരിക്കും. ഹൈക്കോടതികളെല്ലാം കോർട്ട് ഓഫ് റെക്കോർഡ് ആയിരിക്കും എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാ? ആർട്ടിക്കിൾ 215. ആർട്ടിക്കിൾ 217 എന്താ? ഹൈക്കോടതി ജഡ്ജിമാരുടെ നിയമന വ്യവസ്ഥകൾ. ഹൈക്കോടതി ജഡ്ജിമാരുടെ നിയമന വ്യവസ്ഥകൾ 217. 219 ജഡ്ജിമാരുടെ സത്യപ്രതിജ്ഞ. 215 എന്താണ്? ഹൈക്കോടതികളെല്ലാം കോർട്ട് ഓഫ് റെക്കോർഡാണ്. 17 നിയമന വ്യവസ്ഥകൾ. 19 ജഡ്ജിമാരുടെ സത്യപ്രതിജ്ഞ. 221 ജഡ്ജിമാരുടെ ശമ്പളവും അലവൻസുകളും. 221 ജഡ്ജിമാരുടെ ശമ്പളവും അലവൻസുകളും. 222 ഒരു ഹൈക്കോടതിയിൽ നിന്ന് മറ്റൊരു ഹൈക്കോടതിയിലേക്ക് ഒരു ജഡ്ജിയെ മാറ്റി നിയമിക്കുന്നു. 222 അതങ്ങനെ ഓർമ്മിച്ച് വയ്ക്കുക. ഒരു ഹൈക്കോടതിയിൽ നിന്ന് മറ്റൊരു ഹൈക്കോടതിയിലേക്ക് ഒരു ജഡ്ജിയെ മാറ്റി നിയമിക്കുന്നു. അതാണ് 222. അടുത്ത ആർട്ടിക്കിൾ 223 ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് നിയമനം. ആർട്ടിക്കിൾ 223 എന്താണ്? ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് നിയമനം. 223 ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് നിയമനം. ആർട്ടിക്കിൾ 224 അഡീഷണൽ ജഡ്ജിമാരുടെ ആക്ടിംഗ് ജഡ്ജിമാരുടെ നിയമനം. അഡീഷണൽ ജഡ്ജിമാരുടെയും ആക്ടിംഗ് ജഡ്ജിമാരുടെയും നിയമനമാണ് 224. ആർട്ടിക്കിൾ 226 റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം. അത് പഠിച്ചോണേ. ആർട്ടിക്കിൾ 226 റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം. ആർട്ടിക്കിൾ 231 രണ്ടോ അതിലധികമോ സംസ്ഥാനങ്ങൾക്കായി പൊതുവായ ഒരു ഹൈക്കോടതിയുടെ സ്ഥാപനം. എന്താണ് ആർട്ടിക്കിൾ 231? രണ്ടോ അതിലധികമോ സംസ്ഥാനങ്ങൾക്കായി പൊതുവായ ഒരു ഹൈക്കോടതിയുടെ സ്ഥാപനം. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ? 14 ജില്ലകൾക്ക് പുറമെ. അത് നമ്മുടെ കേരളത്തിലെ കാര്യം അല്ലാതെ പറഞ്ഞായിരുന്നു. ഏത് അമെൻമെൻറ്റ് പ്രകാരമാണ് നമ്മളത് പറഞ്ഞത്? 1956 7ാം ഭരണഘടനാ ഭേദഗതി നിയമം രണ്ടോ അതിലധികമോ സംസ്ഥാനങ്ങൾക്ക് മാത്രമായോ രണ്ടോ അതിലധികമോ സംസ്ഥാനങ്ങൾക്കോ കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കോ വേണ്ടിയായോ ഒരു പൊതു ഹൈക്കോടതി സ്ഥാപിക്കാവുന്നതെന്ന് പറഞ്ഞില്ലേ? അത് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 231 രണ്ടോ അതിലധികമോ സംസ്ഥാനങ്ങൾക്കായി പൊതുവായ ഒരു ഹൈക്കോടതി സ്ഥാപനം. അവിടെ 2 പോയിന്റ് ഓർക്കുക. 1956 7ാം ഭരണഘടനാ ഭേദഗതിയും പിന്നെന്താ ഈ ആർട്ടിക്കിൾ 231. അപ്പം ഈ ആർട്ടിക്കിൾ പഠിച്ചു വയ്ക്കുക. കഴിഞ്ഞ എക്സാമിന് അങ്ങനെ ആർട്ടിക്കിൾ വലുതായിട്ട് ചോദിച്ചില്ല. ഇനി വരുന്ന എക്സാമിന് ചോദിച്ചുകൂടായികയില്ല. അതുകൊണ്ട് പഠിച്ചോണം. 215 ഹൈക്കോടതി എല്ലാം കോർട്ട് ഓഫ് റെക്കോർഡാണ്. 17 നിയമന വ്യവസ്ഥകൾ. 19 സത്യപ്രതിജ്ഞ. 21 ശമ്പളം അലവൻസും. 222 എന്താണ്? ഒരു ഹൈക്കോടതിയിൽ നിന്ന് മറ്റൊരു ഹൈക്കോടതിയിലേക്ക് ജഡ്ജിയെ മാറ്റി നിയമിക്കുന്നത്. 223 ചീഫ് ജസ്റ്റിസ് നിയമനം, ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് നിയമനം. 224 അഡീഷണൽ ജഡ്ജിമാരുടെ ആക്ടിംഗ് ജഡ്ജിമാരുടെ നിയമനം. 226 റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം. അത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 231 രണ്ടോ അതിലധികമോ സംസ്ഥാനങ്ങൾക്ക് പൊതുവെ ഒരു ഹൈക്കോടതിയുടെ സ്ഥാപനം. ഭരണഘടനയിൽ ഹൈക്കോടതിക്ക് മാത്രമുള്ള വ്യവസ്ഥകൾ. സുപ്രീം കോടതിയുടെ പ്രവർത്തനത്തിൽ നിന്ന് വ്യത്യസ്തമായി ഹൈക്കോടതിക്ക് ചില പ്രത്യേക വ്യവസ്ഥകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഒരു ജഡ്ജിയെ ഒരു ഹൈക്കോടതിയിൽ നിന്ന് മറ്റൊരു ഹൈക്കോടതിയിലേക്ക് മാറ്റാൻ രാഷ്ട്രപതിക്കുള്ള അധികാരം. ഇതിനായി രാഷ്ട്രപതി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ ഉപദേശം ആരായണമെന്നും വ്യവസ്ഥയുണ്ട്. ഭരണഘടനയിൽ ഹൈക്കോടതിക്ക് മാത്രമുള്ള വ്യവസ്ഥകൾ പറയുവാണ്. സുപ്രീം കോടതിയുടെ പ്രവർത്തനത്തിൽ നിന്ന് വ്യത്യസ്തമായി ഹൈക്കോടതിക്ക് ചില പ്രത്യേക വ്യവസ്ഥകൾ ഭരണഘടന ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതിലൊന്ന്, ഒരു ജഡ്ജിയെ ഒരു ഹൈക്കോടതിയിൽ നിന്ന് മറ്റൊരു ഹൈക്കോടതിയിലേക്ക് മാറ്റാൻ രാഷ്ട്രപതിക്കുള്ള അധികാരം. ഇതിനായി രാഷ്ട്രപതി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ ഉപദേശം ആരായണമെന്നും വ്യവസ്ഥയുണ്ട്. 2 വർഷത്തിൽ കവിയാത്ത കാലാവധിക്ക് അഡീഷണൽ ജഡ്ജിമാരെയും ആക്ടിംഗ് ജഡ്ജിമാരെയും നിയമിക്കാനുള്ള അധികാരം രാഷ്ട്രപതിക്ക് നൽകിയിരിക്കുന്നു. 2 വർഷത്തിൽ കവിയാത്ത കാലാവധിക്ക് അഡീഷണൽ ജഡ്ജിമാരെയും ആക്ടിംഗ് ജഡ്ജിമാരെയും നിയമിക്കാനുള്ള അധികാരം രാഷ്ട്രപതിക്ക് നൽകിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഹൈക്കോടതിയെക്കുറിച്ച് നോക്കിയത്? ഹൈക്കോടതിയുടെ ഏകദേശം എല്ലാ പോയിൻറ്റ്സും നമ്മൾ നോക്കിയല്ലേ? നിയമനം. ആദ്യം നമ്മൾ കേരള ഹൈക്കോടതി നോക്കി. അതിൽ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് എന്താ? മെയിനായിട്ട് ഇപ്പോൾ ചോദിച്ച മുഹമ്മദ് മുസ്താഖിൻ്റെ കാര്യം ഓർക്കുക. പിന്നെ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് എങ്ങനെ വരുന്നു അത് നോക്കി. ആദ്യം ഹൈക്കോടതികൾ, നിയമന അധികാര പരിധി, അംഗസംഖ്യ, നിയമനം, യോഗ്യതകൾ, കാലാവധി, ശമ്പളവും അലവൻസുകളും, പിന്നെ എന്താ പ്രധാന അനുച്ഛേദങ്ങൾ, ഭരണഘടനയിൽ ഹൈക്കോടതിക്ക് മാത്രമുള്ള വ്യവസ്ഥകൾ. ഇത്രയും നോക്കി കേട്ടോ. എല്ലാവരും ഒന്ന് പഠിക്കണേ, വായിച്ച് പഠിക്കണേ. ആർക്കും ബോറാവരുത്. കേരള ഹൈക്കോടതി നമ്മൾ വളരെ വിശദമായിട്ടാണ് നോക്കിയത്. ഒരു പോയിൻറ്റ്സും വിട്ടുകളയാൻ തോന്നിയില്ല. കാരണം എക്സാമിന് എവിടെ നിന്ന് വേണോ പ്രസ്താവന രീതിയിൽ ചോദിച്ചാൽ നമുക്ക് ആൻസർ കിട്ടണ്ടേ. അതുകൊണ്ടാണ് എല്ലാ പോയിൻറ്റ്സും ഉൾപ്പെടുത്തിയത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാവേ. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മഴ മുന്നറിയിപ്പിനെ സംബന്ധിക്കുന്ന ഏറ്റവും ശരിയായ പ്രസ്താവന എന്ത്? ഞാൻ ഇവിടെ ഓപ്ഷൻ തന്നിരിക്കുന്ന കൂടെ വായിക്കാവേ. വെള്ള നിറം മുന്നറിയിപ്പില്ല എന്നും മഴയില്ല എന്നും സൂചിപ്പിക്കുന്നു. പച്ച നിറം മുന്നറിയിപ്പുണ്ടെന്നും വലിയ തോതിൽ മഴ ഉണ്ടെന്നും സൂചിപ്പിക്കുന്നു. മഞ്ഞ നിറം നിരീക്ഷിക്കുക, മുന്നറിയിപ്പ് പുതുക്കിക്കൊണ്ടിരിക്കുക, ശക്തമായ മഴ ഉണ്ടാകുമെന്ന് സൂചിപ്പിക്കുന്നു. ഓറഞ്ച് നിറം ജാഗ്രത പാലിക്കേണ്ട എന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയില്ല എന്നും സൂചിപ്പിക്കുന്നു. ഇവിടെ ആൻസർ ഏതാണ്? 1ഉം 3ഉം ശരി. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ആൻസർ. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയട്ടെ.
ഫസ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്, വെള്ള നിറം മുന്നറിയിപ്പ് ഇല്ല എന്നും മഴ ഇല്ല എന്നും സൂചിപ്പിക്കുന്നു. അത് ശരി തന്നെയാണ്. മുന്നറിയിപ്പ് ഇല്ല എന്നും മഴയില്ല എന്നും സൂചിപ്പിക്കുന്നത് അത് ശരിയാണ്. ഞാനിവിടെ പറയാം. ഇവിടെ ഒരു ഒരു ഞാൻ പഠിച്ചു വച്ചിരിക്കുന്ന ഒരു രീതിയുണ്ട്, അത് പറയാം. ആദ്യം ഗ്രീൻ, ആദ്യം ഏതാണ്? ഗ്രീൻ അല്ലല്ല സോറി. ആദ്യം നമുക്ക് വൈറ്റാണ് ആദ്യം. വൈറ്റ് ആദ്യം, രണ്ടാമത് ഗ്രീന്, മൂന്നാമത് യെല്ലോ, നാലാമത് ഓറഞ്ച്, റെഡ്. ഇങ്ങനെ അങ്ങ് പഠിച്ചു വെച്ചിരിക്കുക. ഒരു ഷോർട്ട് കട്ട് പോലെ പഠിച്ചു വയ്ക്കുക. ആദ്യം W, അതായത് വൈറ്റ്, ഗ്രീന്, യെല്ലോ, ഓറഞ്ച്, റെഡ്. വൈറ്റ് എപ്പോഴും എന്താണെന്നല്ല ശാന്തമായ ഒരു നമ്മൾ ശാന്തമായ ഒരു അതിൻ്റെ ഒരു പ്രതീകമായിട്ടല്ലേ നമ്മൾ കണക്കാക്കുന്നത്. അങ്ങനെ പഠിച്ചു വയ്ക്കുക. അപ്പോൾ വൈറ്റ് എന്താണ്? മുന്നറിയിപ്പും ഇല്ല മഴയൊന്നും ഇല്ല വൈറ്റിൽ. വൈറ്റിൻ്റെ പക്ഷേ സെൻറ്റിമീറ്റർ വെച്ച് പറഞ്ഞാൽ 0.25 സെൻറ്റിമീറ്റർ മുതൽ 1.5 സെൻറ്റിമീറ്റർ വരെയാണ് 24 മണിക്കൂറിൽ മഴയുടെ വ്യാപ്തി. അത് പ്രശ്നമില്ല, സാധാ മഴ. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഗ്രീന് 24 മണിക്കൂറിൽ 1.5 സെൻറ്റിമീറ്റർ മുതൽ 6 സെൻറ്റിമീറ്റർ വരെയാണ്. ഇത് സെൻറ്റിമീറ്ററിൽ കണക്കാണ് പറയുന്നത്. 1.5 സെൻറ്റിമീറ്റർ മുതൽ 6 സെൻറ്റിമീറ്റർ വരെയാണ് ഗ്രീൻ അലർട്ട്. അതും വലിയ പ്രശ്നമില്ല. അപ്പം ആദ്യം വൈറ്റ് അലർട്ട്, പിന്നെ ഗ്രീൻ അലർട്ട്. പതുക്കെ യെല്ലോയിലോട്ട് ചെല്ലും. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? യെല്ലോയ്ക്ക് നിരീക്ഷിക്കുക, മുന്നറിയിപ്പ് പുതുക്കിക്കൊണ്ടിരിക്കുക, ശക്തമായ മഴ ഉണ്ടാകുമെന്ന് സൂചിപ്പിക്കുന്നു. അത് ശരി തന്നെയാണല്ലോ, അത് ശരിയാണ്. ഇവിടെ തെറ്റ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? പച്ച നിറം മുന്നറിയിപ്പ് ഉണ്ടെന്നും വലിയ തോതിൽ മഴയുണ്ടെന്ന് സൂചിപ്പിക്കുന്നത്. അത് തെറ്റാണ് കേട്ടോ. അടുത്ത എന്താ? ഓറഞ്ച് നിറം ജാഗ്രത പാലിക്കേണ്ട എന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയില്ല എന്ന് സൂചിപ്പിക്കുന്നു. അത് തെറ്റല്ലേ? അവിടെ ജാഗ്രത പാലിക്കണം, മഴയ്ക്ക് സാധ്യതയുണ്ട്. കൂടാതെ അവിടെ ഓറഞ്ച് നിറത്തിൻ്റെ എങ്ങനെയാണ്? 24 മണിക്കൂറിൽ 11 സെൻറ്റിമീറ്റർ മുതൽ 20 സെൻറ്റിമീറ്റർ വരെയാണ് ഓറഞ്ച് അലർട്ട്. മനസ്സിലായോ? ഓറഞ്ച് അലർട്ടിൻ്റെ എങ്ങനെയാണ്? 24 മണിക്കൂറിൽ 11 സെൻറ്റിമീറ്റർ മുതൽ 20 സെൻറ്റിമീറ്റർ വരെയാണ്. റെഡ് അലർട്ടാണ് ഏറ്റവും പ്രശ്നക്കാരൻ. അത് 24 മണിക്കൂറിൽ 20 സെൻറ്റിമീറ്ററിൽ കൂടുതൽ വരുന്ന മഴയാണ് റെഡ് അലർട്ടിന് നല്ല ശ്രദ്ധ വേണം. അപ്പോൾ ഇവിടെ എങ്ങനെ പഠിച്ചു വയ്ക്കേണ്ടത്? എങ്ങനെയാണ്? WGYOR എന്ന് പഠിച്ചു വയ്ക്കുക. ആദ്യം വരുന്ന വൈറ്റ് അലർട്ട് പ്രശ്നമില്ലാത്തത്, ശാന്തമായ അന്തരീക്ഷം, അത് വൈറ്റ്. ഗ്രീൻ ആണെങ്കിൽ നമ്മൾ നല്ല പച്ചപ്പായിട്ട് കാണുമ്പോൾ മഴയും മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ രണ്ടാമത് ഗ്രീൻ വരും. മൂന്നാമത് യെല്ലോ. കുറച്ച് ശ്രദ്ധിച്ച് തുടങ്ങണം യെല്ലോ വരുമ്പം, ഇല്ലേ? അതാണ് യെല്ലോയുടേത്. യെല്ലോ എന്താണ് പറയുന്നത്? നിരീക്ഷിക്കുക, മുന്നറിയിപ്പ് പുതുക്കിക്കൊണ്ടിരിക്കുക, ശക്തമായ മഴ ഉണ്ടാകുന്നു സൂചിപ്പിക്കുന്നതാണ് യെല്ലോ. ഓറഞ്ച് ആകുമ്പോൾ കുറച്ചുകൂടെ മാറ്റം വരും, റെഡ് ആകുമ്പോൾ ഏറ്റവും പ്രശ്നം. അങ്ങനെ ഇത് പഠിച്ചു വയ്ക്കുക കേട്ടോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇവിടെ യുവജനകാര്യ കായിക വകുപ്പ്, അത് ഞാൻ പാർട്ട് 1 ചെയ്തിട്ടുണ്ട്. അതിൽ എല്ലാ കേന്ദ്രമന്ത്രിമാരുടെ കോഡ് രൂപത്തിൽ പഠിക്കുന്ന രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവർ കാണണേ. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ഇത് പിൻ ചെയ്ത് വെച്ചേക്കാവേ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമുവിനെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഇവയിൽ ഏതാണ്? നമുക്ക് ഡയറക്റ്റ് ഉത്തരത്തിലോട്ട് തന്നെ പോവാം. ദ്രൗപദി മുർമു 15ാമത്തെ പ്രസിഡൻ്റാണ്. പിന്നെ 2015 മുതൽ 2021 വരെ ജാർഖണ്ഡ് ഗവർണറായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് ആൻസർ. അപ്പോൾ ഏതാ? 1ഉം 3ഉം ശരി. അതായത് ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ വരുന്നത്. ദ്രൗപദി മുർമുവിനെ ഞാൻ പോയിൻ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ക്ലാസ്സിൽ പഠിക്കാം. ഇത് കുറച്ച് പഴയ നോട്ട്സ്, ഞാൻ എഴുതി വെച്ച നോട്ട്സാണ്. ഞാൻ വായിക്കാവേ, പോയിൻറ്റ്സ് എഴുതി വെച്ച് പഠിക്കാൻ ശ്രമിക്കണേ. സാന്താൾ ഗോത്ര വിഭാഗത്തിൽ നിന്ന് ഉള്ള ആദ്യ വനിതാ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. എന്താണ്? സാന്താൾ ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ വനിതാ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. ജാർഖണ്ഡിൻ്റെ മുൻ ഗവർണർ എന്ന് മുതൽ എന്ന് വരെയാണ്? 2015 മുതൽ 2021 വരെയാണ്. എന്ന് മുതലാണ്? 2015 മുതൽ 2021 വരെയാണ് ജാർഖണ്ഡിലെ ഗവർണറായി ദ്രൗപദി മുർമു സേവനം അനുഷ്ഠിച്ചത്. അടുത്തത് 15ാമത്തെ പ്രസിഡൻ്റാണ്. ദ്രൗപദി മുർമു എത്രാമത്തെ പ്രസിഡൻ്റാണ്? 15ാമത്തെ പ്രസിഡൻ്റാണ്. 16ാമത് പ്രസിഡന്റ് ഇലക്ഷനിൽ കൂടെ തിരഞ്ഞെടുക്കപ്പെട്ട 15ാമത് പ്രസിഡൻ്റാണ് ആരാ? ദ്രൗപദി മുർമു. ഒഡീഷയിലെ മയൂർഗഞ്ച് ജില്ലയിൽ നിന്നുള്ള ആദ്യ വനിതാ പ്രസിഡൻ്റാണ്.
എന്താണ്? ഒഡീഷയിലെ മയൂർഗഞ്ച് ജില്ലയിൽ നിന്നുള്ള ആദ്യ വനിതാ പ്രസിഡൻ്റാണ് ദ്രൗപദി മുർമു. ദ്രൗപദി മുർമു എവിടെ നിന്നുള്ളതാണ്? ഒഡീഷയിൽ നിന്നുള്ള. സത്യപ്രതിജ്ഞ ചെയ്തത് 2022 ജൂലൈ 25. എന്നാണ് ദ്രൗപദി മുർമു സത്യപ്രതിജ്ഞ ചെയ്തത്? 2022 ജൂലൈ 25. റിട്ടേണിംഗ് ഓഫീസർ രാജ്യസഭാ സെക്രട്ടറി ജനറലായ PC മോഡി. അതായത് ദ്രൗപദി മുർമു അധികാരമേറ്റപ്പോൾ റിട്ടേണിംഗ് ഓഫീസർ ആരായിരുന്നു? അല്ലെങ്കിൽ രാജ്യസഭാ സെക്രട്ടറി ജനറൽ ആരായിരുന്നു? PC മോഡി. സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്ത ചീഫ് ജസ്റ്റിസ് ആരാണ്? NV രമണ. ദ്രൗപദി മുർമുവിന് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്ത ചീഫ് ജസ്റ്റിസ് NV രമണ. ദ്രൗപദി മുർമുവിന് എതിരെ മത്സരിച്ച വ്യക്തി യശ്വന്ത് സിൻഹ. ദ്രൗപദി മുർമുവിന് എതിരെ മത്സരിച്ച വ്യക്തി ആരാണ്? യശ്വന്ത് സിൻഹ. നമ്മുടെ ഇന്ത്യയുടെ രണ്ടാമത്തെ വിമൺ പ്രസിഡൻ്റാണ് ആര്? ദ്രൗപദി മുർമു. എത്രാമത്തെ പ്രസിഡന്റ്? രണ്ടാമത്തെ വിമൺ പ്രസിഡൻ്റാണ് ദ്രൗപദി മുർമു. ദ്രൗപദി മുർമു ജനിച്ചത് 1958 ജൂൺ 20. എന്നാണ് 1958 ജൂൺ 20. സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ജനിച്ച ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി. സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ജനിച്ച ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി. 5 വർഷത്തെ കാലാവധി പൂർത്തിയാക്കുന്ന ജാർഖണ്ഡിലെ ആദ്യ ഗവർണറാണ് ആരാ? ദ്രൗപദി മുർമു. 5 വർഷത്തെ കാലാവധി പൂർത്തിയാക്കുന്ന ജാർഖണ്ഡിലെ ആദ്യ ഗവർണർ. ജാർഖണ്ഡിൽ എന്താണ് 5 വർഷം കാലാവധി പൂർത്തിയാക്കിയ ആദ്യ ഗവർണർ ആരായിരുന്നു? ദ്രൗപദി മുർമു. ജാർഖണ്ഡിലെ ആദ്യ വനിതാ ഗവർണർ. ജാർഖണ്ഡിലെ ആദ്യ വനിതാ ഗവർണറാണ് ദ്രൗപദി മുർമു. ഓക്കെ, ഇത്രയും മനസ്സിലായോ? ഇതൊന്ന് എഴുതി വെക്കണേ. ഇത് കുറച്ച് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നതുകൊണ്ടാണ്. കുറച്ച് ഒന്ന് എഴുതി വെച്ച് പഠിക്കണേ. ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാം എഴുതി വെച്ച പോയിൻറ്റ്സ് ആണ്. 2000 മുതൽ 2004 വരെ റായ് റംഗ്പൂർ ഒഡീഷ അസംബ്ലി നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള MLA ആയിരുന്നു. എവിടുത്തെ MLA? ഏത് മണ്ഡലത്തിലെ MLA? 2000 മുതൽ 2004 വരെ റായ് റംഗ്പൂർ ഒഡീഷ അസംബ്ലി നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള MLA ആയിരുന്നു. ഈ 2015 മുതൽ 2021 വരെ എന്ന് പറഞ്ഞത് നമ്മൾ പറഞ്ഞില്ലേ, ജാർഖണ്ഡിലെ ഗവർണർ ആയിരുന്നത് 2015 മുതൽ 2021 വരെ. അതാണ് ആ റെഡ് കളർ എഴുതിയിരിക്കുന്നത്. അടുത്തത്, ഒരു ഇന്ത്യൻ സംസ്ഥാനത്തിൻ്റെ ഗവർണറാകുന്ന ആദ്യ ഒഡീഷ വനിതയാണ്. എന്താണ്? ഒരു ഇന്ത്യൻ സംസ്ഥാനത്തിൻ്റെ ഗവർണറാകുന്ന ആദ്യ ഒഡീഷ വനിത ആരാ? ദ്രൗപദി മുർമു. 2000 മാർച്ച് 6 മുതൽ 2002 ഓഗസ്റ്റ് 6 വരെ ഒഡീഷയിലെ വാണിജ്യ ഗതാഗത മന്ത്രിയായിരുന്നു. എന്താണ് പറഞ്ഞത്? 2000 മാർച്ച് 6 മുതൽ 2002 ഓഗസ്റ്റ് 6 വരെ ഒഡീഷയിലെ വാണിജ്യ ഗതാഗത മന്ത്രിയായിരുന്നു ദ്രൗപദി മുർമു. നവീൻ പട്നായിക് മന്ത്രിസഭയിലാണ് വാണിജ്യ ഗതാഗത മന്ത്രിയായിരുന്നത്. അടുത്ത എന്താ? 2007 ഒഡീഷ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ മികച്ച MLAയ്ക്കുള്ള നീലകാന്ത അവാർഡ് ലഭിച്ച വ്യക്തിയാണ് ആര്? ദ്രൗപദി മുർമു. 2007 ഒഡീഷ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ മികച്ച MLAയ്ക്കുള്ള നീലകാന്ത അവാർഡ് ലഭിച്ചു. ആർക്ക്? ദ്രൗപദി മുർമുയ്ക്ക്. രാഷ്ട്രീയത്തിന് മുൻപ് അധ്യാപികയായിരുന്നു. അപ്പം ദ്രൗപദി മുർമു ആരായിരുന്നു? ഒരു അധ്യാപികയായിരുന്നു. രാഷ്ട്രീയത്തിന് മുമ്പ് അധ്യാപികയായിരുന്നു. പാർലമെൻറ്റിൻ്റെ സെൻട്രൽ ഹാളിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. പാർലമെൻറ്റ് സെൻട്രൽ ഹാളിലാണ് ദ്രൗപദി മുർമു സത്യപ്രതിജ്ഞ ചെയ്തത്. സത്യവാചകം ചൊല്ലിക്കൊടുത്തത് NV രമണ, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. 16ാമത് പ്രസിഡന്റ് ഇലക്ഷൻ നടന്നത് 2022 ജൂലൈ 18-നാണ്. വോട്ടെണ്ണൽ ജൂലൈ 21-നും. ദ്രൗപദി മുർമുവിനെ തെരഞ്ഞെടുത്ത പ്രസിഡന്റ് ഇലക്ഷൻ 16ാമത് പ്രസിഡന്റ് ഇലക്ഷനാണ്. നടന്നത് 2022 ജൂലൈ 18-ന്. വോട്ടെണ്ണൽ നടന്നത് ജൂലൈ 21-ന്. എത്ര ശതമാനം വോട്ട് നേടിയാണ് വിജയിച്ചത്? 64% വോട്ട് നേടിയാണ് വിജയിച്ചത്. ദ്രൗപദി മുർമു എത്ര ശതമാനം വോട്ട് നേടി വിജയിച്ചു? 64% വോട്ട് നേടി വിജയിച്ചു. വോട്ട് മൂല്യം എത്ര? വോട്ട് മൂല്യം 6,76,803 ദ്രൗപദി മുർമുവിൻ്റെ വോട്ട് മൂല്യം എത്ര? 6,76,803. 2000-2002 വാണിജ്യ ഗതാഗത മന്ത്രിയായിരുന്നു. നമ്മൾ വാണിജ്യ ഗതാഗത മന്ത്രി പറഞ്ഞില്ലേ, അത് 2000 മുതൽ 2002 വരെയാണ് വാണിജ്യ ഗതാഗത മന്ത്രി. 2002-2004 ഫിഷറീസ് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിയായിരുന്നു. 2002-2004 ഫിഷറീസ് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിയായിരുന്നു. ഇത്രയും പോയിൻറ്റ്സിൽ പല പോയിൻറ്റ്സും ഇമ്പോർട്ടൻ്റ് ആണ്. പഴയ പോയിൻറ്റ്സ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ലേറ്റസ്റ്റ് കുറച്ച് പോയിൻറ്റ്സ് ഉണ്ട്, അതും കൂടെ ഞാൻ പറഞ്ഞുതരാം.
ലേറ്റസ്റ്റ് പോയിന്റ് എന്താണ്? ദ്രൗപദി മുർമുവിൻ്റെ ജീവചരിത്രമായ മാഡം പ്രസിഡന്റ് എ ബയോഗ്രഫി ഓഫ് ദ്രൗപദി മുർമു എന്ന പുസ്തകം രചിച്ചത് സന്ദീപ് സാഹു. ദ്രൗപദി മുർമുവിൻ്റെ ജീവചരിത്രമായ മാഡം പ്രസിഡന്റ് എ ബയോഗ്രഫി ഓഫ് ദ്രൗപദി മുർമു എന്ന പുസ്തകം രചിച്ചത് സന്ദീപ് സാഹു. ഓക്കെ, ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട്. കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. വലിയ ക്ലാസ്സായി പോവും. എത്ര പേര് ഇത് അവസാനം വരെ കാണുമെന്ന് എനിക്കറിയില്ല. ഞാൻ കണ്ടെത്തിയ പോയിൻറ്റ്സ് എല്ലാം എഴുതി വെച്ച നോട്ട്സാണ്. നമുക്ക് ഇവിടെ ക്ലാസ്